कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथ कीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसाന്തകം. അപ്പോൾ നമ്മൾ 5ാം സർഗം കഴിഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ ശ്രീരാമൻ്റെ ആദ്യത്തെ ദിവസത്തെ ആ രാത്രിയാണ് അവിടെ പിന്നെ ലക്ഷ്മണൻ പർണം കൊണ്ടുള്ള ഒരു ശയനം അല്ലേ, ഒരു കിടക്ക ഉണ്ടാക്കി ഇലകളെ കൊണ്ട്. അപ്പോൾ അതിലവർ കിടന്നപ്പോൾ ലക്ഷ്മണനും വില്ലും അമ്പൊക്കെ കൈ പിടിച്ച് ലക്ഷ്മണനും ഗുഹനും അവർക്ക് കാവൽ നിന്നു അല്ലേ, ജാഗ്രതയോടെ. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. അത് ഇവിടെ അതന്നെയാണ്, അത് പറഞ്ഞിട്ട് തന്നെയാണ് ആ ഭാഗം അവസാനിപ്പിച്ചത്. പിന്നെ എഴുത്തച്ഛനും. നമുക്കവിടെ നിന്ന് ഒരു 4-5 വരി വായിക്കാം. എന്താ അറിയോ, പിന്നെ എന്താണ് ഗുഹനോട് പിന്നെ ആലിൻ്റെ പാല് കൊണ്ടുവരാൻ പറയണതാ. കൊണ്ടുവരിക വടക്ഷീരമാശു നീ, തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകൂടത്തോടും ജടയാക്കി തലമുടി സോദരം തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാസ്തമായ തൽപ്പസ്ഥലേ, അതായത് ദർഭപ്പുല്ലുകൊണ്ടുള്ള ഒരു ബെഡൊക്കെ ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതാണ്. എന്നിട്ട് വെള്ളം മാത്രം കുടിച്ചു എന്നും പറഞ്ഞു അല്ലേ. പാനീയ മാത്രം അശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധ്നി പര്യങ്കേ യഥാപുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ, മാളികയുടെ മുകളിൽ രാജധാനിയിൽ ഉറങ്ങണ പോലെയാണ്. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. അതാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇനി നമ്മൾ അടുത്ത സർഗത്തിലേക്ക് പോവുകയാണ്. ഗുഹനും ലക്ഷ്മണനും കൂടിയിട്ടുള്ള സംവാദമൊക്കെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അയോധ്യാകാന്ഡം 6ാം സർഗം ശ്രീ മഹാദേവ ഉവാച. ശിവൻ ശ്രീപാർവതിയോട് പറയണതായിട്ടാണ്. സുപ്തം രാമം സമാലോക്യ ഗുഹ സോശ്രുപരിപ്ലുത ലക്ഷ്മണം പ്രാഹ വിനയാദ് ഭ്രാത പശ്യസി രാഘവം ശയാനം കുശപൗത്രപത്രൗഖ സംസ്തരേ സീതയാ സഹ യേതേ സ്വർണപര്യങ്കേ സ്വാസ്തീർണേ ഭവനോത്തമേ. സഹ ഗുഹ, ആ ഗുഹൻ, സുപ്തം രാമം സമാലോക്യ, ഉറങ്ങി നല്ല സുഖമായി ഉറങ്ങുന്ന രാമനെ നോക്കിയിട്ട് അശ്രുപരിപ്ലുത, കണ്ണിൽ വെള്ളം നിറഞ്ഞു. വിനയാത് ലക്ഷ്മണം പ്രാഹ, വിനയത്തോടുകൂടി ലക്ഷ്മണനോട് പറഞ്ഞു. ഭവനോത്തമ, അതായത് ഉത്തമനായിട്ടുള്ള ആളെ. സ്വാസ്തീർണേ സ്വർണപര്യങ്കേ, സ്വർണ്ണക്കട്ടിലിമ്പിൽ വളരെ മൃദുവായിട്ടുള്ള മെത്തയിൽ ശേതേ, ഈ ആര് ശയിക്കുന്നുവോ കുശപത്രൗഖ സംസ്തരെ, ഈ ശരിക്ക് സ്വർണ്ണക്കട്ടിലുമ്പിൽ വളരെ മൃദുവായിട്ടുള്ള കിടക്കമ്പിൽ കിടക്കേണ്ട ആളിതാ ഇപ്പോൾ ദർഭപ്പുല്ല് വിരിച്ചതിൻ്റെ മീതെ സീതഹ ശയാനം രാഘവം, സീതയുടെ കൂടെ ദാ ശയിക്കണു. ആ രാമനെ ഭ്രാതഹ പശ്യസി, കാണുന്നില്ലേ ചോദിക്കുകയാണ്. വിഷമായി, എവിടെ കിടക്കേണ്ട ആളാണെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്ക് വിഷമം? ഗുഹനെ. അപ്പോൾ പിന്നെ ഈ സർഗത്തിൽ ശ്രീരാമൻ ഈ ഭാഗം കഴിഞ്ഞാൽ ശ്രീരാമൻ വാൽമീകിയുടെ ആശ്രമത്തിൽ പോയിട്ട് വാൽമീകി സ്തുതിക്കണതും അവിടെ കുറച്ച് ദിവസം താമസിക്കണതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി വരാൻ പോണത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ശ്രീരാമചന്ദ്രൻ ഈ ദർഭക്കിടക്കേമ്പിൽ കിടക്കണ കണ്ടിട്ട് വല്ലാത്ത ദുഃഖമായി ഗുഹന്. അപ്പം കണ്ണീര് ഒലിപ്പിച്ചും കൊണ്ടാണ് ലക്ഷ്മണനോട് പറഞ്ഞത്, ഹേ സോദര, ഈ രാജധാനിയിൽ മൃദുവായിട്ടുള്ള മെത്തേമ്പിൽ, സ്വർണ്ണക്കട്ടിലിമ്പിൽ മൃദുവായിട്ടുള്ള മെത്തേമ്പിൽ കിടക്കണ്ട ഈ
ശ്രീരാമ ഭഗവാൻ ദേവൻ ഈ ദർഭപ്പുല്ല് വിരിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കിടക്കേമ്പിൽ സീതയുടെ കൂടെ കിടന്നുറങ്ങണത് അങ്ങ് കാണില്ലേ എന്ന് ചോദിച്ചു. അതായത് അത്രയ്ക്ക് അവനവൻ്റെ ഒരു വിഷമം പറയാണ്. ശ്രീ മഹാദേവ ഉവാച സുപ്തം രാമം സമാലോക്യ ഗുഹ സോശ്രുപരിപ്ലുത ലക്ഷ്മണം പ്രാഹ വിനയാദ് ഭ്രാത പശ്യസി രാഘവം ശയാനം കുശപത്രൗഘസംസ്തരേ സീതയാ സഹ യശേതേ സ്വർണപര്യങ്കേ സ്വാസ്തീർണേ ഭവനോത്തമ. ഇനി 3 കൈകേയീ രാമദുഃഖസ്യ കാരണം വിധിനാ കൃതാ മന്ധരാ ബുദ്ധിമാസ്ഥായ കൈകേയീ പാപമാചരത്. രാമദുഃഖസ്യ രാമത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആ ദുഃഖത്തിന് വിധിന ദൈവത്താൽ കൈകേയിയാണ് കാരണമായതെന്ന്. കൈകേയി കാരണം കൃത. രാമൻ എന്ന് അനുഭവിക്കണ ഈ ദുഃഖത്തിന് കാരണമായത് ആരാണ്? വിധി കാരണം. വിധിയാൽ കൈകേയി കാരണം കൃത. കൈകേയിയാണ് കാരണമായത്. മന്ധരാബുദ്ധിമാസ്ഥായ മന്ധരയുടെ ബുദ്ധിയെ ഉപയോഗിച്ച് കൈകേയി പാപം ആചരത്. മന്ധരയാണല്ലോ പ്രചോദനം നൽകിയത്. അത് കേട്ടിട്ടാണ് കൈകേയി ഈ പാപം ചെയ്തതെന്ന്. അതോ ശ്രീരാമൻ്റെ ദുഃഖത്തിന് ശരിക്ക് കൈകേയൊന്നും അല്ല കാരണം വിധിയാണ്. ദൈവം കൈകേയെ ഒരു നിമിത്താക്കി, അത്രയേ ഉള്ളൂ അല്ലേ? ആ വിധി കൈകേയെ നിമിത്താക്കി. അതിലുണ്ടൊരത്ഭുതം. എന്താ വെച്ചാൽ കൈകേയി അല്ല ശരിക്ക് കാരണം. അതിനും പിന്നിലത്തെ കാരണം ആരാണ്? മന്ധര മുഖാന്തരം കൈകേയി നിമിത്താക്കി. മന്ധരയുടെ ഉപദേശത്തെ കേട്ടിട്ടാണ് കൈകേയി ഇപ്രകാരം പ്രവർത്തിച്ചതെന്ന് പറയാണ്. കൈകേയി രാമദുഃഖസ്യ കാരണം വിധിനാകൃത മന്ധരാ ബുദ്ധിമാസ്ഥായ കൈകേയി പാപമാചരത്. തച്ഛ്രുത്വാ ലക്ഷ്മണപ്രാഹ സഖേ ശൃണുവചോ മമ ക്വ കസ്യ ഹേതുർദുഃഖസ്യ കശ്ച ഹേതുസുഖസ്യ വാ. അത് കേട്ടിട്ട് ലക്ഷ്മണ, ഇത്രയും പറഞ്ഞത് ഗുഹനാണ്. അപ്പം ലക്ഷ്മണൻ അത് കേട്ടിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, സഖേ മമ വചാശൃണു, എൻ്റെ ഈ വാക്ക് കേൾക്കൂ. കസ്യ ദുഃഖസ്യ, ആരുടെ ദുഃഖത്തിന്, കാ ഹേതു, ആരുടെ ദുഃഖത്തിന് ആരാ കാരണം? നീ ഇപ്പം പറഞ്ഞില്ലേ കൈകേയി എന്നോട് ചോദിച്ചില്ലേ, എനിക്കിത് കാണുമ്പോൾ സങ്കടമാവണു, ഈ രാമൻ്റെ ദുഃഖത്തിന് കാരണം നിമിത്തമായത് കൈകേയിയാണ്, ആ കൈകേയിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് മന്ധരയാണോക്കെ നീ പറഞ്ഞില്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയണത് കേൾക്കൂ. ആരുടെ ദുഃഖത്തിന് ആര് കാരണം എന്നാ നീ പറയണേ? സുഖസ്യ വാ കാ ഹേതു, സുഖത്തിന് ആരാ കാരണം? എന്താ പറഞ്ഞ വെച്ചാൽ എന്താണ് ഗുഹ, ഞാൻ പറയണത് കേൾക്കൂ നീ. ആരുടെ ദുഃഖത്തിനോ സുഖത്തിനോ ആരാ കാരണം? ഒരാളും കാരണമല്ല. ഒരാളുടെ ദുഃഖസുഖങ്ങൾക്കൊക്കെ കാരണം ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമില്ല. ദൈവം ഒരാൾക്ക് ദുഃഖം വരുത്തുന്നു, ദൈവം ഒരാൾക്ക് സുഖം വരുത്തുന്നു, അത് പറയണത് ശരിയാണോ? ആ ദൈവം വലിയ ഫേവറിറ്റിസം, പക്ഷപാതം കാണിക്കുന്ന ആളാണെന്ന് വരില്ലേ? ഒന്നുമല്ല. അങ്ങനത്തെ കാരുണ്യമില്ലാത്ത ഒരാളല്ല ദൈവം. ഇതൊക്കെ ഓരോരുത്തരും അനുഭവിക്കണത് ദൈവം തരണതല്ല. നമുക്കുള്ള ദുഃഖവും സുഖവും നമ്മൾ തന്നെ, നമ്മുടെ കർമ്മബന്ധനാണെന്ന് പറയാണ്. അതാണ് ചോദിക്കാൻ കാരണം. അല്ല, ഗുഹനോട് ചോദിച്ചത് ലക്ഷ്മണി, ആ സുഖത്തിനോ ദുഃഖത്തിനോ ഒക്കെ ആരാ കാരണം? വേറൊരാൾ കാരണമല്ല. ഒരാളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ദൈവം വലിയ പക്ഷപാതിയാണെന്ന് വരും ഇല്ലേ? കാരണം കുറേ ആൾക്ക് ദുഃഖം കൊടുക്കണോ, കുറേ ആൾക്ക് ഒന്നുമല്ല. ദൈവമൊന്നുമല്ല നമ്മുടെ ദുഃഖത്തിനൊന്നും കാരണം, സുഖത്തിനും അല്ല. നമ്മുടെ തന്നെ കർമ്മങ്ങളാണ്. ആ ദോഷം ദൈവത്തിൽ ആരോപിക്കണ്ട എന്ന് പറയാണ്. തച്ഛ്രുത്വാ ലക്ഷ്മണ പ്രാഹ സഖേ ശൃണുവചോ മമ കസ്യ ഹേതുർദുഃഖസ്യ കശ്ച ഹേതുസുഖസ്യ വാ. വലിയ തത്വമാണ് അപ്പം ലക്ഷ്മണൻ പറഞ്ഞത്. ആരുടെയും സുഖദുഃഖത്തിന് കാരണം ഈശ്വരനോ മറ്റൊരാളോ അല്ല, അവനവൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. സ്വപൂർവാർജിത കർമ്മൈവ കാരണം സുഖദുഃഖയോ. അതാണ് പറഞ്ഞത്. 5ാമത്തെ ഒരു വരിയാണ് കേട്ടോ.
സ്വപൂർവാചിത കർമ്മൈവ കാരണം സുഖദുഃഖയോ. ആ ഒരു വരി മതി നമുക്ക് ശരിക്കു പറയാച്ചാൽ. എന്താ അറിയോ, നമ്മൾ തന്നെ സ്വപൂർവാർജിത കർമ്മയേവ, നമ്മുടെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മമാണ് സുഖദുഃഖയോ കാരണം, സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണം നമ്മൾ തന്നെ. ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു കാലത്തും ഒരാൾക്കും വിഷമോ ദുഃഖമോ സുഖമോ ഒന്നും പ്രത്യേകം കൊടുക്കുന്നില്ല. നമ്മളാൽ തന്നെ പൂർവജന്മങ്ങളിൽ ചെയ്യപ്പെട്ട കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ. ഈ സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ പൂർവജന്മ കർമ്മങ്ങൾ മാത്രമാണ് എന്നാ പറഞ്ഞ. സ്വപൂർവാർജിത കർമ്മൈവ കാരണം സുഖദുഃഖയോ. എത്ര ആ ഒരു സെൻറ്റൻസ് വളരെ അർത്ഥവത്താണ്. ഇനി 6, സുഖസ്യ ദുഃഖസ്യ ന കോപി ദാതാ പരോ ദദാതീതി കുബുദ്ധി ബുദ്ധിരേഷ അഹം കരോമീതി വൃഥാഭിമാന സ്വകർമ്മ സൂത്രഗ്രഥിതോ ഹി ലോകാ. സുഖസ്യ ദുഃഖസ്യ ദാതാ കോപിന. നമുക്ക് സുഖവും ദുഃഖമൊന്നും ആരും നൽകുന്നതല്ല. പരഹ ദദാതി ഇതി ഏഷ കുബുദ്ധി. അവര് കാരണമാണ് എനിക്കുണ്ടാവണം എന്നൊക്കെയുള്ള വിചാരം ബുദ്ധിയില്ലായ്മയാണ്, ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ്. അഹം കരോമി ഇതി അഭിമാന വൃഥ. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും വൃഥ ആണ്, അതും തെറ്റാണ്. സ്വകർമ്മസൂത്രഗ്രഥിത ഹി. ലോകം തൻ്റെ കർമ്മമാകുന്ന ചരടിൽ കോർക്കപ്പെട്ടതാണെന്നാണ്. എന്താ പറയണ വെച്ചാൽ, ആരും ഒരാൾക്ക് സുഖത്തെ കൊടുക്കണില്ല, ദുഃഖത്തെയും കൊടുക്കണില്ല. മറ്റൊരാൾ കാരനാണ് എനിക്ക് ദുഃഖം വന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ കാരനാണ് എനിക്ക് ഈ സുഖം തന്നതെന്നൊക്കെ ഉള്ള വിചാരം ഉണ്ടല്ലോ, അത് ബുദ്ധിയില്ലായ്മയാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടാണ് ഇത് ശരിയായത്, അല്ലെങ്കിൽ ഞാൻ കാരനാണ് അയാൾക്കിത് നന്നായത്, അങ്ങനെ വിചാരിക്കണതും ഒരർത്ഥമില്ലാത്ത ഒരു അഭിമാനമാണ്. എന്താച്ചാൽ ലോകത്തിലുള്ള സർവ്വപ്രാണികളും അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ കയറുകൊണ്ട് ബന്ധിതരാണ്. എല്ലാവരും, സർവ്വജീവജാലങ്ങളും അവനവൻ ഓരോരുത്തരും ചെയ്ത കർമ്മബന്ധങ്ങളുടെ ചരടുണ്ട്, അതിനാൽ ബന്ധിതാണ്. അപ്പോൾ നമ്മളൊക്കെ ആ കയറുകൊണ്ട് കെട്ടിയിട്ട പാവകളാണ്. ഏത് മരപ്പാവകളെ പോലെ, അതോ കയറുകൊണ്ട് കെട്ടിയിട്ടുള്ള മരപ്പാവകളെ ഈ പാവക്കളിക്കാരൻ കളിപ്പിക്കുന്ന പോലെ ഈശ്വരൻ വെറും കർമ്മഫല ദാതാവ് മാത്രമാണ്. അങ്ങനൊരു ഇതുണ്ടല്ലോ, ദൈവേ പുരുഷകാരേ ച കർമ്മസിദ്ധിർവ്യവസ്ഥിത തത്ര ദൈവമഭിവ്യക്തം പൗരുഷം പൗർവദൈഹികം. അതായത് യാജ്ഞവൽക്യൻ പറയുന്നതാണ്, ദൈവാധീനം തന്നെയാണ് സുഖദുഃഖാദി രൂപമായിട്ടുള്ള കർമ്മസിദ്ധി. അതായത് ദൈവം നമുക്ക് പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. വെറും കർമ്മഫല ദാതാവാണ്. നമ്മൾ കർമ്മമാകുന്ന കയറുകൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ കയറിനെ ചലിപ്പിക്കണതൊക്കെ ഈശ്വരനാണ്. അതായത് ഭഗവാൻ ഒരു പാവക്കളിക്കാരനെ പോലെ മാത്രമാണ് ഭഗവാൻ അവിടെ. അതായത് നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ചരട് കാരണല്ലേ നമ്മൾ കളിക്കണത്. ഇപ്പോൾ കുറച്ച് നീളത്തിലുള്ള ചരടുകൊണ്ടാ കെട്ടിന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ കളിക്കും അല്ലേ. കുറേ നീളത്തിലാണെങ്കിൽ ചിലപ്പോൾ താഴത്ത് കാലൊക്കെ തട്ടി 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 കളിക്കാം ഇല്ലേ. അപ്പം ആ ചരടിൻ്റെ ആ ചരട് വളരെ എന്താണ് പൊട്ടാറായെന്ന് വെച്ചാൽ പൊട്ടി വീഴാം ഒക്കെ ചെയ്യാം. അപ്പം ചരട് കൊണ്ട് കർമ്മമാകുന്ന ചരടിനാൽ ബന്ധിതരാണ് നമ്മളാകുന്ന കളിപ്പാവകൾ. ആ കളിപ്പാവകളെ കളിപ്പിക്കുന്ന സൂത്രധാരനാണ് ആര്? ഭഗവാൻ. വെറും കർമ്മഫലദാതാവ്. അപ്പോൾ മറ്റൊരാൾ കാരണം എനിക്ക് സുഖം ഉണ്ടായി, മറ്റൊരാൾ കാരണം എനിക്ക് ദുഃഖം ഉണ്ടായി എന്നൊക്കെ വിചാരിക്കുന്നത് വെറും മൂഢത്വമാണ്. ഞാനാണതൊക്കെ ചെയ്തത്, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം വന്നതെന്നുള്ള അഭിമാനവും വൃഥാ ഉള്ളൊരു അഭിമാനമാണ്. എന്താ വെച്ചാൽ ഈ ലോകത്തിലത്തെ സകല ജീവജാലങ്ങളും അവരവർ ചെയ്ത കർമ്മമാകുന്ന കയറുകൊണ്ട്
ഈശ്വരനാൽ ബന്ധിക്കപ്പെട്ടവരാണ് എന്നർത്ഥം. സുഖസ്യ ദുഃഖസ്യ ന കോപി ദാതാ പരോ ദദാതീതി കുബുദ്ധിരേഷ അഹം കരോമീതി വൃഥാഭിമാന സ്വകർമ്മസൂത്ര ഗ്രഥിതോ ഹി ലോകഃ. 7. സുഹൃമിത്രാര്യുദാസീനദ്വേഷ്യ മധ്യസ്ഥബാന്ധവാ സ്വയമേവാചരൻ കർമ്മ തഥാ തത്ര വിഭാവ്യതേ. സുഹൃത്ത് അതായത് സ്നേഹിതന്മാർ, ബന്ധുക്കൾ, അല്ല മിത്രം എന്നുവെച്ചാൽ ബന്ധുക്കളെന്ന് പറയാം. ശത്രുക്കൾ, ശത്രുക്കൾ. ഉദാസീനൻ, നമ്മളോട് സ്നേഹമില്ല, അല്ല മൈത്രി ബന്ധമില്ല, നമുക്ക് ശത്രുതയില്ല, അങ്ങനെയുള്ളവർ. ദ്വേഷ്യൻ, ദേഷ്യം ഉള്ളവർ. മധ്യസ്ഥൻ, ഗുണദോഷം ചെയ്യാത്തവർ. ബാന്ധവൻ, നമ്മളുടെ ബന്ധുക്കൾ. സ്വയമേവ കർമ്മ ആചരൻ, താൻ തന്നെ കർമ്മം ചെയ്യുന്നവനായിട്ട് തത്ര തഥാ ഭാവ്യത. അതെന്താ വെച്ചാൽ പറയണ, ഈ ലോകത്തിൽ ഒരാളെ നമ്മൾ സ്നേഹിതൻ എന്ന് പറയുന്നു, ഒരാളെ ബന്ധു, ഒരാളെ ശത്രു, ഒരാളെ നമ്മൾ ഉദാസീനനാണ്, പിന്നെ ഒരാളോട് ദേഷ്യമുള്ള ആളെ മധ്യസ്ഥൻ, സംബന്ധി, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഈ വിചാരത്തിനൊക്കെ അവനവൻ തന്നെയാണ് ഈ തോന്നലിനും നമുക്കങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനൊക്കെ കാരണം. അതായത് അവനവൻ നമ്മൾ തന്നെ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ സ്നേഹാദി ഭാവങ്ങളൊക്കെ നമുക്കുണ്ടാവണത്. നമ്മൾ തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് ഒരച്ഛനെയും അമ്മയും തിരഞ്ഞെടുത്ത് നമ്മൾ അവരുടെ മക്കളായിട്ട് ജനിക്കുന്നു. പിന്നെ കൂടപ്പിറപ്പുകൾ, പിന്നെ നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ അവർ, പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾ, എല്ലാം ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ഭഗവാൻ തരുന്ന ബന്ധങ്ങളാണ്. അതാണ് പറയണത്. ഈ ലോകത്തിൽ ഒരാൾ സ്നേഹിതനാണ്, ഒരാൾ ബന്ധുവാണ്, ഒരു ശത്രുവാണ്, ഒരാൾ ഒരു ഇൻഡിഫറൻ്റാണ്, ഉദാസീനനാണ്, ദേഷ്യമുള്ള ആളാണ്, മധ്യസ്ഥനാണ്, ബന്ധമുള്ള ആൾ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കണ്ടേ. ഈ വിചാരത്തിനൊക്കെ കാരണം ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യണത് നമ്മൾ തന്നെയാണെന്ന്. നമ്മളാൽ തന്നെ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവണതാണ് ഈ സ്നേഹാദി ഭാവങ്ങൾ മുഴുവൻ. അതൊക്കെ നമ്മൾ അന്യരിൽ ആരോപിക്കുകയാണ്. അതുപോലെ തന്നെ സുഖദുഃഖാദികൾക്കും കാരണമായിട്ടുള്ള കർമ്മം മുഴുവൻ നമ്മൾ പണ്ട് പൂർവ്വജന്മാർജിത കർമ്മമാണ്. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് വേറൊരു ആൾ ആണെന്ന്. ശരിക്കും ഭഗവാനാണ് ആ കർമ്മഫലദാതാവ്. പക്ഷേ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ തന്നെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ അയാൾ ചെയ്തിട്ടാണ് എനിക്കിതുണ്ടായത്, ഞാൻ ചെയ്തിട്ടാണ് അയാൾക്ക് ഉണ്ടായത്, ഇങ്ങനെ നമ്മൾ ആരോപിക്കുകയാണെന്ന്. അതായത് നമ്മൾ ഈ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന സ്നേഹവും ദേഷ്യവും പിന്നെ എന്താ പറയുക മൈത്രിയും ഒക്കെ നമ്മൾ ബാക്കിയുള്ളവരിൽ ആരോപിക്കുകയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കർമ്മഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കണം. എത്ര നല്ലൊരു ശ്ലോകമാണ്. സുഹൃമിത്രാര്യുദാസീനദ്വേഷ്യ മധ്യസ്ഥബാന്ധവാ സ്വയമേവാചരൻ കർമ്മ തഥാ തത്ര വിഭാവ്യതേ. എത്ര വലിയ തത്വങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എന്ന് പറഞ്ഞാൽ തീരില്ല അല്ലേ. ഭാഗവതത്തിൽ നമ്മളിപ്പോൾ എത്രമാത്രം തത്വങ്ങൾ കണ്ടു. ഇപ്പോൾ ദാ രാമായണത്തിൽ എന്തെല്ലാം കഥയൊന്നും മാത്രമല്ല എന്തുമാത്രം തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി 8 അതും കൂടി പറ്റുന്നതായാലും. സുഖം വാ യതി വാ ദുഃഖം സ്വകർമ്മവശഗോ നര യദ്യഥാഗതം തത്തദ് ഭൂക്ത്വാ സ്വസ്ഥമനാ ഭവേത്. സ്വകർമ്മവശഗ നര, തൻ്റെ കർമ്മങ്ങൾക്ക് അധീനനായിട്ടുള്ള മനുഷ്യൻ യഥാ ആഗതം, ഏതൊന്ന് വരുന്നുവോ നമുക്ക് പിന്നെ അനുഭവങ്ങളെ, തത്ത് സുഖം വാ ദുഃഖം വാ യതി, അതാത് സുഖമായാലും ദുഃഖമായാലും ഭുക്ത്വ അതിനെ അനുഭവിച്ചിട്ട് സ്വസ്ഥമന, പതർച്ചയില്ലാത്ത സ്വസ്ഥമായ മനസ്സോടു കൂടിയവനായിട്ട് ഭവിക്കണം. ഈശ്വര, ഇതിലധികം വലിയ നല്ല ഉപദേശം നമുക്കുണ്ടോ? ലോകത്തിലുള്ള സകല മനുഷ്യന്മാരും അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ അടിമകളാണ്. അതായത് നമ്മൾ അനുഭവിക്കണം മുഴുവൻ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അത് ഉറപ്പിക്കണം.
അതാത് കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് സുഖമോ ദുഃഖമോ മാറി മാറി വന്നാലും അത് താൻ ചെയ്ത കർമ്മത്തിൻ്റെ തന്നെ ഫലമാണെന്ന് എന്ന വിചാരത്തോടു കൂടി അംഗീകരിച്ച പരാതിയില്ലാതെ നമ്മുടെ ചിത്തത്തിന് ഒരു ചാഞ്ചല്യമില്ലാതെ പതർച്ചയില്ലാതെ നമ്മൾ അതിനെ അനുഭവിക്കണം. എന്നിട്ട് അത് വേറൊരാളോട് അതിന് ദേഷ്യമോ സ്നേഹമോ അതുകൊണ്ട് വിചാരിച്ച് മനസ്സിനെ ദുഃഖിപ്പിക്കാനും പാടില്ല. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാതിരുന്നാൽ നമുക്ക് പിന്നെയും പിന്നെയും ദുഃഖം കൂടെയുള്ളൂ എന്ന് പറയാണ്. വളരെ നല്ല ഒരു ഇതാണ്. എന്താ പറയണ വെച്ചാൽ സകലരും ഇവിടെ കാണുന്ന സകലരും അവരവർ ചെയ്ത കർമ്മഫലമാണ് അനുഭവിക്കണമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും, എന്നിട്ട് ഞാൻ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഈ സുഖവും ദുഃഖവും ഒക്കെ. അതിലാരെയും പഴിചാരണ്ട, ആരോടും ദേഷ്യം വേണ്ട, ആരോടും അതിസ്നേഹം വേണ്ട. എനിക്ക് വരുന്നതൊക്കെ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ തന്നെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ സർവാത്മന അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് നമ്മുടെ മനസ്സിനെ പതറാതെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോവുകയുള്ളൂ എന്ന് പറയാണ്. എത്ര വളരെ ഇതിലും വലിയൊരു ഒരു 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 തത്വം നമുക്ക് പറഞ്ഞു തരാനില്ല അല്ലേ നമുക്ക് വരുന്നത്. കാരണം എല്ലാം പൂർവ്വജന്മങ്ങളിൽ നമ്മളെ ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ആർജിച്ച കർമ്മഫലങ്ങൾ ഏതാണ് നമുക്ക് പരിഭാഗം വന്നതിൻ്റെ ഫലം അനുഭവിക്കാറായത്. അതനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. അതനുഭവിക്കാതെ കഴിയില്ല. നമ്മൾ തന്നെ ചെയ്ത ഫലമാണ് അനുഭവിക്കണേ. അതുകൊണ്ട് അതിനെ പരാതിയില്ലാതെ ചിത്തചാഞ്ചല്യമില്ലാതെ അതിനെ സ്വീകരിച്ച് അംഗീകരിച്ച് നമ്മൾ മനസ്സിനെ സമാധാനപ്പെടുത്തി സ്വസ്ഥമാക്കി ഇരുന്നില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന് ബുദ്ധിമുട്ട്. ആ അറിവ് നമ്മൾ എപ്പോഴും നമുക്കെല്ലാവർക്കും ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ അറിവ് ഉൾക്കൊണ്ട് ജീവിതത്തിൽ വരുന്നതെല്ലാം ഭഗവത് ഇച്ഛ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിച്ച് തീർക്കുകയാണ്, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എന്ന് വിചാരിച്ച് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ഒന്നും കൂടി ചിലപ്പോൾ പറ്റുമോയെന്നറിയില്ല, അതും കൂടി ചെയ്യാം. എന്നാൽ സുഖം വാ യതി വാ ദുഃഖം സ്വകർമ്മവശഗോ നര യദ്യഥാഗതം തത്തദ്ഭൂക്ത്വാ സ്വസ്ഥമനാ ഭവേത് നമേ ഭോഗാഗമേ വാഞ്ച നമേ ഭോഗവിവർജനേ ആഗച്ഛത്വധമാഗച്ഛത്വ ഭോഗവശഗോ ഭവേ. ഹൈ ഭോഗാഗമേ ഭോഗങ്ങൾ അതായത് സുഖങ്ങൾ വരുമ്പോഴും അതായത് നല്ല അനുഭവങ്ങളെ ഭോഗവിവർജനെ ഭോഗത്തെ വർജിക്കുന്നതിലും അതായത് ഭോഗങ്ങൾ അനുഭവിക്കുന്നതിലും ഭോഗങ്ങളെ നമ്മൾ ത്യജിക്കുന്നതിലും മേ വാഞ്ചാന എനിക്ക് ഇച്ഛയില്ല ആഗച്ഛതു വരണത് വരട്ടെ എന്ന് മാ ഗച്ഛതു പോണത് പോട്ടെ അഭോ ഗവശഗഹ ഭവേ ഭോഗത്തിന് അനേതമല്ലാതെ ഭവിക്കുന്നതെന്ന്. അതായത് സുഖഭോഗങ്ങൾ വേണമെന്നോ ദുഃഖം വരാതിരിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഖം വരാച്ച വരട്ടെ, ദുഃഖം വരാച്ച വരട്ടെ, സുഖം വരാതിരിക്കട്ടെ അല്ലെങ്കിൽ ദുഃഖം വരാതിരിക്കട്ടെ, രണ്ടിൻ്റെയും അനുഭവത്തിന് ഞാൻ അധീനനാകാൻ പോകുന്നില്ല. അതാതിൻ്റെ അനുഭവത്തിൽ സന്തപിക്കുകയും ഞാൻ ചെയ്യാൻ പോണില്ല. സുഖം വരുമ്പോൾ അതികഠിനായിട്ട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ അതികഠിനായി ദുഃഖിക്കുക, ഞാൻ രണ്ടും ചെയ്യാൻ പോണില്ല. അതിൻ്റെ വഴിക്ക് വരട്ടെ പോട്ടെ എന്ന്. എന്നെപ്പോലെ തന്നെ രാമനും അതുകൊണ്ട് ഈ വനവാസമൊന്നും ഞങ്ങളെ ഒട്ടും ദുഃഖിപ്പിക്കില്ല ഗുഹ എന്നാ പറയണത്. ലക്ഷ്മണന് നല്ല തത്വബോധം വന്നു, ശ്രീരാമൻ ഉപദേശിച്ചുല്ലോ. ലക്ഷ്മണോപദേശം നമ്മളിപ്പോൾ കണ്ടതല്ലേ. ആ ഉപദേശം ശരിക്കും ഉൾക്കൊണ്ടു ലക്ഷ്മണൻ. നോക്കൂ എന്താ പറയണേ, ഞങ്ങൾക്ക് സുഖഭോഗങ്ങൾ ആഗ്രഹിക്കില്ല, ഞങ്ങൾ ദുഃഖം വരാതിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല. സുഖം വന്നോട്ടെ, ദുഃഖം വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ദുഃഖം വരട്ടെ, സുഖം വരാതിരിക്കട്ടെ, രണ്ടിൻ്റെയും അനുഭവത്തിന് ഞങ്ങൾ
പിടികൊടുക്കാൻ പോണില്ല. ഞങ്ങളെ ആ സുഖത്തിൻ്റെയും സുഖാനുഭവത്തിൻ്റെയും ദുഃഖാനുഭവത്തിൻ്റെയും അധീനരാക്കാൻ തീർച്ചയാക്കിയിട്ടില്ല. അതാതിൻ്റെ അനുഭവത്തിൽ, അതായത് സുഖം വരുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ ഞങ്ങൾ ദുഃഖിക്കുകയും ചെയ്യണില്ല ഞങ്ങളിപ്പോൾ. അതേപോലെ തന്നെയാണ് രാമനും. എനിക്കിപ്പോൾ ഒരു ദുഃഖമില്ല, ഒരു സുഖമില്ല, ഒന്നും എനിക്ക് തോന്നണില്ല. ഞാൻ അതിനോടൊക്കെ സുഖം വരുമ്പോൾ സുഖം വന്നു പോട്ടെ, ദുഃഖം വരുമ്പോൾ ദുഃഖം വന്നു പോട്ടെ. എൻ്റെ മനസ്സിന് ഞാൻ അധീനല്ല. സുഖത്തിനും ദുഃഖത്തിനും അധീനമല്ല എൻ്റെ മനസ്സ്. അതുപോലെ തന്നെയാണ് ശ്രീരാമനും. അതുകൊണ്ട് ഇപ്പം ഈ ദർഭപ്പുല്ലുമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഏട്ടന് ഒരു ദുഃഖമില്ല, എനിക്കും ദുഃഖമില്ല എന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ആണ് ഗുഹനോട് പറഞ്ഞത്. എത്ര നല്ലോണം ഉൾക്കൊണ്ടു പിന്നെ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ഉപദേശം അല്ലേ. അപ്പം നമുക്ക് 9 വായിച്ചിവിടെ നിർത്താം. നമേ ഭോഗാഗമേ വാഞ്ച നമേ ഭോഗവിവർജനേ ആഗച്ഛത്വഥമാഗച്ഛത്വ ഭോഗവശഗോ ഭവേ. നമുക്കും അതുപോലെ മനസ്സംയമനം സാധിക്കണേ എന്ന് നമുക്ക് ശ്രീരാമഭഗവാനോടും ലക്ഷ്മണ സമേതനായിട്ടുള്ള ശ്രീരാമഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.